സീതാറാം യെച്ചൂരി എങ്ങനെയാണ് അങ്ങ് ഓർക്കുന്നത്? ഞാൻ MLA ആയതിനു ശേഷമാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് 5-8 തവണ അദ്ദേഹവുമായിട്ട് കാണാനും സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു 1.5 മണിക്കൂർ സംസാരിക്കാൻ സമയം കിട്ടിയത് അവിചാരിതമായ ഒരു തവണ തിരുവനന്തപുരം ചൈത്രം ഹോട്ടലിൽ രാത്രി ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ റൂമിൽ പോയി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകത്തോട് കൂടി അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി, എന്താണ് കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയതിന് ശേഷം എനിക്കുള്ള എന്താണ് എൻ്റെ ഒരു ഫീലിംഗ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചത്. കൂടാതെ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചും കാര്യങ്ങൾ അന്വേഷിക്കല്ലോ. അതിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം, ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്, ആന്ധ്രയിലേക്ക് മാറി, പിന്നെ ഡൽഹി വിദ്യാഭ്യാസം, JNU, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അടിയന്തരാവസ്ഥ, അങ്ങനെ നമുക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന കുറേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. കൂടി സംസാരിച്ചു. പിന്നെ ആശ്ചര്യപ്പെടുത്തുക, സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൻ എങ്ങനെ CPM-ലേക്ക് വരും, പ്രത്യേകിച്ച് കോൺഗ്രസിൽ സജീവമാവുക കൂടി ചെയ്തതിന് ശേഷം, അതായിരുന്നു പുള്ളിക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ പിന്നീട് ആ ബന്ധം അങ്ങനെ തുടർന്ന് ഞാനൊരു 3 മാസം ഒരിക്കലെങ്കിലും ഞാൻ വിളിക്കും, ഫോൺ ചെയ്യും 3 പേർക്ക്. കാരണം എന്തെങ്കിലും നാഷണൽ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്താണ് എന്നുള്ള വെറുതെ രാത്രി ഒന്ന് വിളിക്കുമോ, ചിലപ്പോൾ 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ സംസാരിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഒരു MLA വരെ, അല്ലെങ്കിൽ അതിന് സാധാരണക്കാർക്ക് വരെ ഒരു സൗഹൃദ വലയം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണല്ലോ അതിലൂടെ മനസ്സിലായത്. അതാണ് അദ്ദേഹത്തിന്റെ ബലം. MLA എന്നല്ല, ഒരു സാധാ പാർട്ടി സഖാവിനെ പോലും അദ്ദേഹം മെമ്മറൈസ് ചെയ്യുന്ന സഖാക്കൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കള് കേരളത്തിലുണ്ട്. അവർക്കൊന്നും ഈ ഡൽഹിയിൽ വന്നത് കാണാൻ കഴിയില്ല. ഈ പറയുന്ന ബോഡി കേരളത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു ആശ്വാസമാകുമായിരുന്നു. ദില്ലിയിലെ സാഹചര്യമോ ഇവിടത്തെ അനുശോചന പരിപാടികളോ പോലെ ആയിരിക്കില്ല, അതൊരു ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു പരിപാടിയായി മാറുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം ബോഡിയുടെ തന്നെ കൂടുതൽ വെക്കുന്നതിനുള്ള പ്രയാസം, വെന്റിലേറ്ററിൽ കിടന്നതുകൊണ്ടുള്ള വിഷമങ്ങൾ, അതെല്ലാം കണക്കാക്കിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തത്. അതെ, ഞാൻ ഇന്നലെ രാത്രി 2 മണിയുടെ ഫ്ലൈറ്റിനാണ് പുറപ്പെട്ട് കാലത്ത് 7 മണിക്ക് ഇവിടെ. എല്ലാ അനുശോചനങ്ങളും ആദരാഞ്ജലികളും അർപ്പിച്ചിട്ടുണ്ട്.